ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന നല്ലൊരു ചക്ക വറുക്കലിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ടൊരു ചക്ക നമ്മൾ ഇട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ, വരിക്കച്ചക്കയാണ്. അപ്പോൾ ഒത്തിരി കട്ടിയൊന്നും ഇല്ലാത്ത ചുളയാണ് ഇതിൻ്റേത്. അപ്പോൾ നമുക്കിത് വെട്ടിയൊരുക്കാം. അപ്പോൾ ഇത് വെട്ടിയപ്പോൾ തന്നെ ഇതിൻ്റെ ചുളയ്ക്ക് നല്ല മഞ്ഞ കളറാണ്, നല്ല വരിക്കച്ചക്കയാണ്. അപ്പോൾ ഒരുപാട് കട്ടിയുള്ള ചുള നമുക്ക് വറുക്കാൻ പറ്റത്തില്ല, നമുക്ക് കട്ടി കുറഞ്ഞ ചുള എടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഒരുക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പം. അപ്പോൾ ഇത് ചുള ഇങ്ങനെ അറുത്തിയിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ ഓരോന്നായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡ് ഇങ്ങനെ കണ്ടിച്ച് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരുക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണുന്ന പോലെ തന്നെ അധികം കട്ടിയൊന്നും ഇല്ലാത്ത ചുളയാണ്. ഇപ്പോൾ നമ്മൾ കട്ടിയുള്ള ചുളയാണ് നമുക്ക് മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഇച്ചിരി കട്ടി കുറഞ്ഞ ചുളയാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം നമുക്കിത് മൊത്തം ഇതേപോലെ ഒരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടെ കൂടിയാണ് ഇരുന്ന് ഒരുക്കുന്നത്. അച്ചാച്ചനാണിത് വെട്ടി ചുള ഉതിർത്തിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേമാതിരി ഞാൻ ഇതേപോലെ കേട്ടോ. അപ്പോൾ ഒരു ചുളയുടെ ഒരു സൈഡ് രണ്ടായിട്ട് കണ്ടിച്ചത് ഒരു ചുള 4 കഷ്ണമൊക്കെ ആക്കിയെടുക്കും. ചില ഇതേപോലെ കട്ടി കുറച്ചാട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കൊണ്ടിരിക്കുമ്പോൾ തുമ്മിക്കൂട്ടിന് ഓരോ ചുള അരിഞ്ഞെടുക്കുന്ന എടുത്ത് തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കെല്ലാവർക്കും എനിക്കങ്ങനെയുണ്ട് കേട്ടോ. ചക്ക കീന്തി വെച്ചാലും ഞാൻ എടുത്ത് തിന്നും. ഇതേപോലെ അരിഞ്ഞിട്ടാലും അതിനൊരു പ്രത്യേക രുചി കൂടുതൽ പോലെ തോന്നും. സാധാ പച്ചച്ചക്കച്ചോള അപ്പം തുമ്മിക്കുട്ടൻ തേരി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അരിഞ്ഞിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ഉരുളിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. 1 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വിറകടുപ്പിലും കൂടി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മുടെ ചക്കച്ചോള ഇട്ട് കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ ചക്കച്ചോള കല്ലിച്ച് പോകും. അപ്പം ചിലർ ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഇട്ട് കൊടുക്കും. അപ്പം ഞാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പ് നീരും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം വിറകടുപ്പാണ് കൂടി കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇതേ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചക്ക വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചക്ക വറുത്തെടുക്കാം, പക്ഷേ കുറേ സമയം ഇളക്കി കൊടുക്കണമെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ടിഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ടിഷ്യൂവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ടിഷ്യൂ ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാനിത് ഉരുളിയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അടുത്തതാട്ടോ. അപ്പോൾ ഈ ചക്ക മൊത്തം വറുത്ത് കിട്ടുമ്പോഴത്തേക്കും കുറേ സമയം എടുത്തു. എന്നാലും നല്ല ടേസ്റ്റിയായുള്ള നമുക്ക് ചക്ക വറുത്ത് തിന്നാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമുക്ക് വർഷങ്ങളോളം അത് ഒരു വർഷം ഫുള്ള് നമുക്ക് ഇതേ രീതിയിൽ തന്നെ നന്നായിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇത് വായു കടക്കാത്തൊരു പാത്രത്തിലിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ ഒരു വർഷം ഫുള്ള് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തത്. അപ്പോൾ ഇതേ നമ്മുടെ അടുത്ത് ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചക്ക മുഴുവൻ വറുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടിയോ മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്തെടുക്കും, പക്ഷെ നമ്മളതൊന്നും ചേർത്തിട്ടില്ല. അപ്പം ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്ത് റെഡി ആയിട്ടുണ്ട്.